അനധികൃത മണലെടുപ്പിനെതിരെ നീലേശ്വരം തൈക്കടപ്പുറത്തെ ബോട്ട് ജെട്ടി പരിസരത്ത് ജനകീയ കൂട്ടായ്മ പ്രതിഷേധ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സുധീർ കുമാർ മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. നീലേശ്വരം തൈക്കടപ്പുറത്തെ തേജസ്വിനി പുഴയിൽ നിന്നുള്ള അനധികൃത മണലെടുപ്പ് വ്യാപകമായതിനെ തുടർന്നാണ് ജനകീയ കൂട്ടായ്മ തൈക്കടപ്പുറത്തെ ബോട്ട് ജെട്ടി പരിസരത്ത് പ്രതിഷേധ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മണൽ മാഫിയകൾക്കെതിരെയുള്ള മുന്നറിയിപ്പ് താക്കീതുമായി നിരവധി പേർ പങ്കെടുത്ത പരിപാടി പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സുധീർ കുമാർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കരടക്കം വയലിൽ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നത്. ഇന്ന് ആ ചീറ്റക്കാല് ഹൈവേക്ക് വേണ്ടി ചീറ്റക്കാല് കുന്ന് ഇടിച്ചു പോയ സമയത്ത് അവിടെ നശിച്ചു പോയത് ആ പള്ളിക്കരയുടെ ഭാഗത്തുള്ള എല്ലാ വയലുകളാണ്. നമ്മൾ അത് തന്നെയാണ് ഇനിയിപ്പോൾ നമ്മൾ മരീച്ചിൽ വരാൻ പോകുന്നത്. മരീച്ച ചെറുവത്തൂരിൻ്റെ ആ ഭാഗങ്ങളിൽ വലിയൊരു വീരമലക്കുന്നെന്നും കണ്ട് നമ്മൾ കണ്ടു. ആ വീരമലക്കുന്ന് നമുക്കറിയാം, ഒരു മനുഷ്യരും പിടിക്കാത്ത വിധത്തിൽ ഇടിക്കുന്ന സമയത്ത് ആ കുന്നിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം സംഭരിച്ചു വെക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എന്നാണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വെള്ളം ഒന്നിച്ചിങ്ങോട്ട് തള്ളി വന്ന സമയത്ത് അവിടെ ഒരുപാട് അപകടങ്ങൾ, അതിൻ്റെ ചുറ്റുപാടുള്ള വയലിലൊക്കെ ചളിവെള്ളം നിറഞ്ഞു, കൃഷി ഇല്ലാണ്ടായി. നമ്മൾ അതേപോലെ തന്നെയാണ് ഇവിടെ കടലിട്ട ഒരു വലിയൊരു മണൽ പ്രദേശം. കാരണം ഇട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് ഇട്ടുകൊണ്ടുവന്ന സ്ഥലം, പടന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മണൽക്കൂനയുടെ സ്ഥലം, അതാണ് പടന. ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ പ്രഭാകരൻ അധ്യക്ഷനായി. തീരദേശത്തെ മറ്റ് വാർഡ് കൗൺസിലർമാരായ NN നദീറ, TV ബീന, BK റഷീദ, P ശ്രീജ, നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ രതീഷ്, അഡ്വക്കേറ്റ് നിസാം ഫലാഗ്, അഡ്വക്കേറ്റ് KP നസീർ, രാജീവൻ മാസ്റ്റർ, മുൻ കൗൺസിലർമാരായ K സൈനുദ്ദീൻ ഹാജി, അൻവർ സാദിഖ്, ആശാവർക്കർ ബിന്ദു വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. കോർഡിനേറ്റർ മഹമ്മൂദ് കൊട്ടായി സ്വാഗതവും വിനു നിലാവ് നന്ദിയും പറഞ്ഞു. അനധികൃത മണലെടുപ്പ് ഇനിയും അവസാനിപ്പിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുവാനും കൺവെൻഷനിൽ തീരുമാനമായി. ഇതിനുവേണ്ടി അഡ്വക്കേറ്റ് നിസാം ഫലാഹിനെ ചെയർമാനാക്കിയും MP രാജീവൻ മാസ്റ്ററെ ജനറൽ കൺവീനറാക്കിയും അഡ്വക്കേറ്റ് KP നസീറിനെ ട്രഷററാക്കിയും പ്രത്യേക ജനകീയ പ്രതിഷേധ സമിതിയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.